സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. അജുവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടിനെ ചേർത്ത് വെച്ചുകൊണ്ട് ചുംബിച്ചു തുടങ്ങി. നന്ദു ഒന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ കഴുത്തിൻ്റെ സൈഡിൽ കൈയിട്ട് അമർത്തി പിടിച്ചു. മറ്റേ കൈ അവൻ്റെ വെള്ളം പറ്റി നിൽക്കുന്ന ചെറിയ രോമങ്ങൾക്കിടയിലൂടെ തഴുകിയിറങ്ങിക്കൊണ്ടിരുന്നു. അജു നന്ദുവിൻ്റെ നഗ്നമായ വയറിൽ അമർത്തി ഞെരിച്ചുകൊണ്ട് അവളെ ബെഡിലേക്ക് അമർത്തി കിടത്തി അവളുടെ നാവിനെ ചുവറ്റി വലിച്ചു. നന്ദുവിൻ്റെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. കണ്ണ് തുറന്നവൻ അവളുടെ ചുണ്ടുകൾ നുടരുന്നത് കാണാൻ അവൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ കഴിയുന്നില്ല. അവൻ നൽകുന്ന സുഖമുള്ള ആരാസത്തിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. നന്ദുവിൻ്റെ രണ്ട് കൈകളും അവളുടെ ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങി. അവളുടെ പൊക്കിൽ ചുഴിയിൽ അജുവിനെ കൈ ആഴുന്ന സമയം തന്നെ അവളുടെ വിരലുകൾ അവൻ്റെ പൊക്കിൽ ചുഴിയിൽ അമർന്നു. ഒപ്പം അവൻ്റെ രണ്ട് ചുണ്ടുകളെയും നന്ദു അവളുടെ വായ്ക്കകത്താക്കി കഴിഞ്ഞിരുന്നു. അവൻ ചുംബിച്ച് നിർത്തിയതിനേക്കാൾ മുകളിൽ അവനിൽ പല മാറ്റങ്ങളും അവളുടെ ചുംബനത്തിൽ വരുത്താൻ കഴിഞ്ഞു. അജവൾക്ക് മീതെ കിടന്നുകൊണ്ടൊന്ന് പുളഞ്ഞു. അവൾക്ക് അവളുടെ ചുണ്ടുകളിൽ നിന്ന് തൊടാൻ പോലും പറ്റാത്ത വിധത്തിൽ അവൾ അവനെ ചുംബിച്ചുകൊണ്ടേയിരുന്നു. അജൂട്ടാ. അവൻ്റെ ചുണ്ടുകളിൽ നിന്നും അവളുടെ ചുണ്ടിനെ മാറ്റിയ ശേഷം അവൾ കിതപ്പോടെ അവനെ വിളിച്ചു. അജവളുടെ മുകളിൽ നിന്നും ബെഡിലേക്ക് കിടന്നു. ഒപ്പം മാഞ്ഞ് ശ്വാസം വലിച്ചു വിടുന്നവളെ വലിച്ചവനെ നെഞ്ചിലേക്കിട്ടു. നന്ദൊരു ചിരിയോടെ അവനെ നഗ്നമായ നെഞ്ചിലേക്ക് അമർന്ന് കിടന്നു. അവളുടെ വയറവൻ്റെ ശരീരത്തിൽ തട്ടി. അജ് കണ്ണുകൾ മുറുകെ അടിച്ചു പിടിച്ച് കിടന്നു. നന്ദാ. അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവളെ നോക്കാതെ മുകളിലേക്ക് നോക്കി കിടക്കുകയാണവൻ. അവളൊന്ന് ഉയർന്നു വന്ന് അവൻ്റെ ചുണ്ടിൽ അമർത്തി ഒന്ന് മുത്തി. അജവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് എന്തൊക്കെ തോന്നുന്നു അജൂട്ടാ. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വശ്യതയോടെ അവൾ പറഞ്ഞു. അജവൾക്ക് നേരെ ചെരിഞ്ഞ് കിടന്നുകൊണ്ട് അവളെ വരിഞ്ഞു മുറുക്കി. എന്താണ് എന്നെ നന്ദക്ക് തോന്നുന്നത്? അവൻ്റെ ശബ്ദം മാത്രമായി മാറി. അവളുടെ മുഖത്തൂടെ അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു. ചുവന്നു തീർത്ത മുഖം, ആ കണ്ണുകളുടെ ഭാവം, അതാണ് അവനെ തകർക്കുന്നത്. എനിക്ക് നിറയെ ഉമ്മ വെക്കാൻ, മുറുകെ കെട്ടിപ്പിടിക്കാൻ, കടിക്കാൻ, ആഴത്തിൽ വേദനിപ്പിക്കാൻ, രണ്ട് കൈകൊണ്ട് എൻ്റെ ശരീരത്തിലേക്ക് അമർത്തി വെക്കാൻ, അങ്ങനെ 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 കുറേ എന്തൊക്കെയോ തോന്നുവാ. അവൻ്റെ മുഖത്തേക്ക് നോക്കി നന്ദു പറയുമ്പോൾ ആദ്യം അവളുടെ ചുണ്ടിൽ അമർത്തി ഒന്ന് മുത്തിയ ശേഷം പതിയെ അവളുടെ കീച്ചുണ്ടിൽ നിന്ന് നുഴഞ്ഞു വിട്ടു. അതിനെന്താ, നിനക്ക് തോന്നുന്നൊക്കെ നീ ചെയ്യണം. എനിക്ക് തോന്നുന്നൊക്കെ ഞാനും ചെയ്യുന്നില്ലേ? അവളുടെ ചുണ്ടിൽ നിന്നും അകന്ന ആ ചുണ്ടുകളിലേക്ക് തലോടി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. എങ്കിൽ ഞാനൊരു ആഗ്രഹം പറയട്ടെ. അവനെ കവിളിലൂടെ തഴുകിക്കൊണ്ട് അവൾ ചോദിക്കുമ്പോൾ അജൊന്ന് മൂളി. ഈ ടമ്പലഴുക്ക് എനിക്ക് കാണണം. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പക്ഷേ അവൾ പ്രതീക്ഷിച്ച പോലെ അവൻ്റെ മുഖത്ത് ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. പെണ്ണ് ചേക്കനെന്ന് കളിപ്പിക്കാൻ പറഞ്ഞതാണ്. പക്ഷെ അത് കാര്യമായി. അജയ് അവളിൽ നിന്നും അകന്ന് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. നന്ദു മലർന്ന് കിടന്ന് അവനെ നോക്കി. അടിക്കാൻ പോവണമെന്ന് ഭാവമായിരുന്നു അവളിൽ. അതുപോലെ തന്നെ അജയ് ടവളിൽ കൈവച്ചതും പെണ്ണ് കണ്ണും മുറുകെ അടിച്ച് പിടിച്ചു. അയ്യേ അജു, വേണ്ട, ഞാൻ ചുമ്മാ കളിപ്പിക്കാൻ പറഞ്ഞതാണ്. അഴിക്കല്ലേ പ്ലീസ്, അഴിക്കല്ലേ. നന്ദി കിടന്ന് കാർന്നൊന്നും അവൻ അറിഞ്ഞില്ല. അജയ് ടവലടിച്ച് ബെഡിലേക്കിട്ട് അവളുടെ മുകളിൽ കയറി കിടന്നു. അവൻ്റെ മുഖം അവളുടെ മുഖത്തേക്കാക്കി. അടഞ്ഞു കിടന്ന കണ്ണുകളിലേക്ക് അവൻ പതിയെ ഊതി. അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. അത് പുറത്തേക്ക് വീഴുമെന്ന നിലക്ക് തള്ളി വന്നിട്ടുണ്ട്. അങ്ങനെ പറയേണ്ടിയിരുന്നില്ലെന്ന് അവൾ ചിന്തിച്ചു. അങ്ങനെ പറഞ്ഞാലും അവൻ അങ്ങനെ ചെയ്യുമെന്ന് അവൾ കരുതിയില്ല. അതാണ് സത്യം. പക്ഷെ ചെറുക്കൻ അതിൽ വലുത് കാണിച്ചു. കാണേണ്ടേ? അവൻ പതിഞ്ഞ് ചോദിക്കുമ്പോൾ അവൾ വേണ്ടെന്ന് തലയാട്ടി. പക്ഷേ അറിയാൻ പറ്റുന്നില്ലേ, അവൻ്റെ ആ ശബ്ദത്തിലും വാക്കിലും നന്ദി ശരിക്കും തളർന്നിരുന്നു. അവനെ ബെഡിലേക്ക് തള്ളിയിട്ട് അവൾ ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ നോക്കിയതും അവൻ കയ്യിൽ പിടിച്ച് വലിച്ച് അവിടെ തന്നെ കിടത്തി. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ നിന്ന് അവിടെ പൂർണ്ണ അനുഗ്രഹം വാങ്ങി നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടേ നമ്മൾ ഒന്നാവുമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ദിവസങ്ങൾ മറിയുമ്പോൾ ആ ആഗ്രഹം കുറഞ്ഞു വരുന്ന പോലെ തോന്നുന്നു. ഇപ്പം ഈ നിമിഷം തന്നെ ചൂടിലാവ് തിളച്ചു മറിയുന്ന പോലെയാണ് എൻ്റെ രക്തം തിളച്ചു മറിയുന്നത്. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ പോലും ചുവന്നിരുന്നു. നന്ദൊന്നും മിണ്ടാതെ അവനെ നോക്കിക്കിടന്നു. നമ്മൾ ഒന്നായ ശേഷം അവരുടെ അനുഗ്രഹം വാങ്ങിയാൽ മതിയോ? എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആ വാക്കുകളിൽ ചെറിയൊരു കിതപ്പ് പോലെ അവൾക്ക് തോന്നി. നന്ദപ്പോഴും ഒന്നും മിണ്ടിയില്ല. നന്ദ, നീ പറ, എന്താ നിന്റെ അഭിപ്രായം? നിന്നിലുമില്ലേ എന്നിലേക്ക് അലിഞ്ഞു ചേരാൻ വെമ്പൽ കൊള്ളുന്ന വികാരം? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ഈ നിമിഷം എന്നെ എന്തെങ്കിലും ചെയ്താൽ പൂർണ്ണ മനസ്സോടെ ഞാൻ കിടന്നു തരും. സമ്മതാണ് 1000 വട്ടം. പക്ഷേ അജു പറഞ്ഞതാ ശരി. അമ്മയുടെ അനുഗ്രഹം വേണം. പൂർണ്ണ ബോധ്യത്തിൽ ഒരിക്കൽ കൂടെ എൻ്റെ കഴുത്തിൽ താലി കെട്ടണം. ആ അമ്മയുടെ അനുഗ്രഹം നമുക്ക് വേണം. എനിക്കും അമ്മയല്ലേ ഉള്ളൂ. അവളത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സേതു പറഞ്ഞു കേട്ടിട്ട് അവൾക്ക് അമ്മയെ കാണണമെന്നും ആ സ്നേഹം അനുഭവിക്കണമെന്നുണ്ട്. അതാണ് ശരി. അമ്മയ്ക്ക് ഇപ്പോൾ നമ്മൾ അനുഗ്രഹിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല. പഴയ അമ്മയായി വരട്ടെ, അപ്പം നമുക്ക് അനുഗ്രഹം വാങ്ങിക്കാം. അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നന്ദവളുടെ മുഖം ഒന്ന് ഉയർത്തി അവൻ്റെ നിറഞ്ഞ കണ്ണുകളിൽ അമർത്തി ഒന്ന് ചുംബിച്ചു.
എല്ലാം ശരിയാകും. ശരിക്കും നമുക്ക് എന്ത് പറ്റിയതാ? പറയാൻ കുറേയുണ്ട്, സമയാവട്ടെ, നീ റെഡിയായി പോകാൻ നോക്ക്. പറഞ്ഞുകൊണ്ട് അവൻ ബെഡിലേക്ക് മലർന്ന് കിടന്നു. ഒപ്പം പുതപ്പവനെ ശരീരത്തിലേക്ക് ഇട്ടു. നന്ദ് അവനെ നോക്കിക്കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. നന്ദ് സാരി ചുറ്റി റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ അജുവും റെഡിയായി അവൾക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി. രണ്ടുപേരും ഒപ്പം താഴേക്ക് ഇറങ്ങി. എല്ലാവരും കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു. അജുവും നന്ദുവും ഒപ്പം ടേബിളിൽ കഴിക്കാനിരുന്നു. നീ തായോ? അജു ചിരിയോടെ പറയുമ്പോൾ അവൾ പാത്രത്തിൽ വെള്ളപ്പവും കറിയും എടുത്ത് അവൻ അടുത്തേക്കിരുന്നു. പിന്നെ കഷ്ണങ്ങളാക്കിയെടുത്ത് അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അജു ഒരു ചിരിയോടെ അവളെ നോക്കി കഴിച്ചു തുടങ്ങി. നീ ഇപ്പൊ പോയിട്ട് എപ്പോഴാ വരിക? 4 ആവുമ്പോൾ ഇവിടെ എത്തും. അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാർവതിയും പത്മാവതിയും ഹാളിലേക്ക് വന്നത്. ഒരു നിമിഷം അവർ രണ്ടുപേരും അവരെ നോക്കി അങ്ങനെ നിന്നു. അവർ വന്നു നിൽക്കുന്നതൊന്നും അവരറിഞ്ഞില്ല. അജു അവളെ നോക്കി ചിരിയോടെ ഇരിക്കുന്നതും അവൾ സ്നേഹത്തോടെ അവൾക്ക് വായിൽ വെച്ച് കൊടുക്കുന്നതൊക്കെ അവർ നോക്കി. വയ്യാതായിരിക്കുമ്പോൾ അവനും അവളും ഇങ്ങനെയായിരുന്നു. അജുവിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് അവരെ നോക്കി നിൽക്കുന്നവരിലേക്ക് പോയി. അവൻ്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. അവനൊന്നും മനസ്സിൽ ഊറിച്ചിരിച്ചു. നന്ദാ. അവൻ്റെ കൊഞ്ചികളുടെ വിളി കേട്ടതും അവൾ പേറ്റിൽ നിന്ന് കണ്ണുകൾ മാറ്റി അവനെ നോക്കി. അവനൊരു കുസൃതി ചിരിയോടെ ഇരിക്കുവാണ്. നന്ദ അവനൊന്ന് ചെറിഞ്ഞ് നോക്കി. എനിക്കും മതി നന്ദ, വയറും നിറഞ്ഞു. അവനൊരു ചിരിയോടെ പറയുമ്പോൾ അവൾ അവനെ കാലിപ്പിൽ നോക്കി. വയറ് നിറയപ്പോൾ എന്താ കഴിച്ചത്? ഒരു പൊട്ട് വെള്ളപ്പോ, അതാണോ വയറ് നിറഞ്ഞത്? അവൾ ദേഷ്യപ്പെട്ട് പറഞ്ഞുകൊണ്ട് കയ്യിലുണ്ടായിരുന്നത് അവൻ്റെ വായിലേക്ക് തിരികെ കൊടുത്തു. സത്യത്തിൻ്റെ വയറും നിറഞ്ഞു, അതുകൊണ്ടാ. വായുള്ളത് ചവച്ചരച്ചുകൊണ്ട് അവൻ പിന്നെയും പറഞ്ഞു. ഇരുന്ന് കൊഞ്ചാതെ മര്യാദക്ക് കഴിക്ക്, എനിക്ക് പോണം. നന്ദ പോവണ്ട. അവൻ സങ്കടത്തിൽ പറയുമ്പോൾ അവൾ അവനൊന്ന് അടിമുടി നോക്കി. എവിടേക്കോ അജുവിനെ അവൾ കണ്ടു. അവളുടെ കണ്ണുകളൊന്ന് ചുറ്റും പാഞ്ഞു. വിചാരിച്ച പോലെ രണ്ടെണ്ണവും അവരെ നോക്കി കുറച്ച് മാറി നിൽക്കുന്നുണ്ട്. അത് ശരി, സംശയം വരെന്ന് തോന്നിക്കാണും. അത് തീർക്കാൻ വന്നതാകും, ശരിയാക്കി തരാം. അങ്ങനെ പറയില്ലേ. ഞാൻ ജോലിക്ക് പോയി വരുമ്പോൾ അജുന് എന്താണോ വേണ്ടത് അതൊക്കെ കൊണ്ടുവന്ന് തരാം. അതുവരെ നല്ല കുട്ടിയായി ഇരുന്നാ ഞാനൊരു സമ്മാനം തരാം. അവൾ കയ്യിലെടുത്ത് അവൻ്റെ വായിലേക്കായി കൊടുത്തു. എന്ത് സമ്മാനം? വായിലുള്ളത് ഇറക്കിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവളൊന്ന് കണ്ണ് ചിമ്മി. അതൊക്കെയുണ്ട്, ഇത് മുഴുവൻ കഴിക്ക്. അവൻ മുഴുവൻ കഴിച്ചു. ഒപ്പം അവളും കഴിക്കുന്നുണ്ട്. നന്ദു പ്ലേറ്റ് എടുത്ത് അകത്തേക്ക് നടന്നു. അജു അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നന്ദു വന്ന് അവൻ്റെ ചുണ്ടൊക്കെ വൃത്തിയാക്കി കൊടുത്തു. അജു പെട്ടെന്ന് അവിടെ സാരിയുടെ അറ്റം പിടിച്ച് തുടച്ചു. അതിനെ നന്ദു ഒന്ന് തുറച്ചു നോക്കി. അല്ല പിന്നെ, ജോലിക്ക് പോകുമല്ലേ, മരിച്ച് അഭിനയിക്കുവാണ്. അവളൊന്ന് പല്ല് കടിച്ചു. പാർവതിയും പത്മാവതിയും അവരെ നോക്കിക്കൊണ്ട് അപ്പോൾ തന്നെ അവിടുന്ന് പോയി. ഇനി അവിടെ നിൽക്കുന്നത് ശരിയല്ല. അവരെ നോക്കി നിൽക്കുവാനെന്ന് അവൾക്ക് തോന്നുന്നത് നല്ലതിനല്ല. എങ്ങനെയുണ്ട് എൻ്റെ അഭിനയം? അവർ പോയതും മജവളുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് നിർത്തി. ഓ, ഇതിലിപ്പോൾ എന്താ, ഒന്ന് കൊഞ്ചി സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് വലിയ കാര്യമൊന്നുമല്ല. നിനക്കത് വലിയ കാര്യമാവില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ കൊഞ്ചലും കുറുകലൊക്കെ വലിയ കാര്യം തന്നെയാണ്. അത് ശരിയാ. അവരെയാണെങ്കിലും എനിക്കെൻ്റെ അജുവിനൊന്ന് കാണാൻ പറ്റിയല്ലോ, അത് മതി, അത് മാത്രം മതി. അവളൊരു ചിരിയോടെ പറയുമ്പോൾ അജു അവളൊന്ന് നോക്കി. അപ്പം അവളുടെ അടുപ്പിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്ത് നിർത്തി. അവൻ തന്നെയല്ലേ ഞാൻ, പിന്നെന്താ അവനെ ഇത്രയ്ക്ക് ഇഷ്ടം? അതങ്ങനെയാണ്. കുറേ നേരം സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, ഞാൻ പോട്ടെ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നല്ല കുട്ടിയായിരിക്കട്ടോ. അവളവൻ്റെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ അജു ഒന്ന് തലകുലുക്കി. ശേഷം ടേബിളിൽ നിന്ന് ബാഗ് കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് നടന്നു. അവിടെയുള്ള കാറിൽ തന്നെയാണ് അവൾ പോകുന്നത്. അവൾ പോയതും അജു മുകളിലേക്ക് പോയി. ഒത്തിരി പണികളുണ്ട്. അവൻ ഡോറ് ലോക്കാക്കി ബെഡിൽ വന്നിരുന്ന് ലാപ്പ് ഓണാക്കി ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നു. അത് മിനിറ്റുകളെയും മണിക്കൂറുകളെയും കടന്നുപോയി. ഉച്ചയ്ക്ക് താഴെ എന്തൊക്കെയോ ശബ്ദം കേട്ടതും അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി നോക്കി. മുറ്റത്തൊരു ആഡംബര കാറ് കിടക്കുന്നുണ്ട്. അതിനടുത്ത് നിന്ന് ആരൊക്കെയോ കരയുന്നു, ചിരിക്കുന്നു, ആകെ ബഹളം. അവൻ എല്ലാവരും ഒന്ന് അലസമായി നോക്കിക്കൊണ്ട് റൂമിലേക്ക് തന്നെ കയറി. ആര് വന്നാലും പോയാലും അതവനെ ബാധിക്കുന്ന കാര്യമെന്ന രീതിയിലായിരുന്നു അവനക്ക്. വൈകിട്ട് നന്ദ് കാറിൽ വന്നിറങ്ങി ഒരു മൂളിപ്പാട്ടോട് അകത്തേക്ക് കയറി. ഹാളിലേക്ക് എത്തിയതും ചുണ്ടിൽ ചിരിമാഞ്ഞു. എല്ലാമുണ്ട്. അവൾ മൊത്തത്തിൽ എല്ലാവരെയും നോക്കി. അവളുടെ കണ്ണുകൾ രാവണിക്കും പത്മാവതിക്കും ഇടയിലിരിക്കുന്ന സ്ത്രീയിൽ തറഞ്ഞു നിന്നു. ഒരു പട്ടിൻ്റെ സാരിയാണ് വേഷം. കാലിന് മുകളിൽ കാല് കയറി വെച്ച് അഹങ്കാരത്തോടെ ഇരിക്കുന്നവരുടെ മുഖത്തേക്കൊന്ന് നോക്കിയ ശേഷം അവൾ രാവണിയെ നോക്കി. ആ കാര്യത്തിൽ അവൾക്ക് സംശയമൊന്നും തോന്നിയില്ല. അമ്മയുടെ മകൾ തന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് കെട്ടിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് വേഗം വന്നല്ലോ. രാധു, ഇതാ നിന്റെ പ്രതാപേട്ടൻ്റെ മകൾ, അർജുൻ്റെ ഭാര്യ നന്ദിത. ഒരു പുച്ഛത്തോടെ രാവണി പറയുമ്പോൾ അവരുടെ കണ്ണുകൾ അവരെ നോക്കാതെ ചുറ്റും നോക്കി ഒരു പുച്ഛഭാവത്തിൽ നിൽക്കുന്നവളിലേക്ക് പോയി. അവരൊരു സെറ്റിയിൽ നിന്നും എഴുന്നേറ്റ് അവൾക്ക് അടുത്തേക്ക് വന്നു. ഓ, ഇതാണോ നിങ്ങളൊക്കെ പറഞ്ഞ ഭൂലോക രംഭ? ഇവളെ കണ്ടിട്ട് സുന്ദരിയാണെന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ എൻ്റെ മകളെ കണ്ട എന്തോന്ന് പറയും?
കാഴ്ചയിൽ മാത്രമല്ല സ്വഭാവത്തിൽ രാവണന്റെ പൂത്തിൽ തന്നെ. അവർ നന്ദുവിന്റെ ചുറ്റൊന്ന് നടന്നു. അവൾ അടിപൊളി നോക്കിക്കൊണ്ട് വെറുതെ മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. സത്യത്തിൽ അവളെ കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി. യാതൊരു പുട്ടിയുമില്ലാതെ തന്നെ പെണ്ണ് സുന്ദരിയാണ്. പക്ഷെ പറഞ്ഞില്ല. മറ്റുള്ളവരെ പുകഴ്ത്തുന്ന അല്ലെങ്കിൽ പ്രശംസിക്കുന്ന സ്വഭാവം രക്തത്തിലില്ല. അതാണ് പ്രശ്നം. നന്ദ അവരുടെ നടത്തം നിർത്തില്ലെന്ന് കണ്ടതും അവരെ ഒന്ന് നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു. ആ നിമിഷം തന്നെ അവരുടെ കൈ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തിയിരുന്നു. നന്ദ അവിടെ നിന്ന് അവരൊന്ന് തിരിഞ്ഞു നോക്കി. ഇത് നല്ല നടക്ക് പോവില്ല, പണിയാകും. നന്ദു അങ്ങനെ തന്നെ നിന്നുകൊണ്ട് തലചരിച്ചുകൊണ്ട് അവരൊന്ന് നോക്കി. കയ്യിന്ന് വിടണം, ഇല്ലെങ്കിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അവർ ഒരു പുച്ഛച്ചിരിയോടെ പറയുമ്പോൾ നന്ദ അവർക്ക് നേരെ തിരിഞ്ഞു നിന്നു. എടുപ്പിക്കാൻ എനിക്കറിയാം, എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുത്. ആഹാ, നാവിൻ്റെ നീളത്തിരി കൂടുതലാണല്ലോ. അത് മുറിക്കാനാണല്ലോ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അവര് പറയുമ്പോൾ രാവണന്റെ ചിരിയോടെ സെറ്റിയിലും ഞെളിഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു. അപ്പോഴും നന്ദുവിന്റെ കയ്യിലെ പിടി അവർ വിട്ടിരുന്നില്ല. നന്ദ അവളുടെ കയ്യിലെ പിടി പിടിക്കാൻ വേണ്ടി അവളുടെ കയ്യിലൊന്ന് അമർത്തി പിടിച്ചു. രാവണിയെ നോക്കിയൊരു ചിരിയോടെ നിന്നിരുന്നവർ അവളുടെ മുഖത്തേക്ക് മുഖം ചുടിച്ചുകൊണ്ട് നോക്കി. നന്ദ അവരുടെ മുഖത്തേക്ക് മുഖമുയർത്തി നോക്കി. ശേഷം അവരുടെ കൈ അവളുടെ കയ്യിൽ നിന്നും വലിച്ചെടുത്തു. അവർക്ക് കൈ പറഞ്ഞു പോകുന്ന പോലെ വേദന തോന്നി. അവളുടെ കൈ അത്രത്തോളം ശക്തിയിലാണ് അവരുടെ കയ്യിൽ അമർന്നത്. ഇവരുടെയൊക്കെ വാക്കും കേട്ട് എനിക്കെതിരെ തിരിഞ്ഞ് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനാണ് ഈ വരവെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതിനാവില്ല. വന്നതുപോലെ പോകാൻ പറ്റിയെന്ന് വരില്ല. നന്ദവരുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തിൽ പറയുമ്പോൾ അവരവളൊന്ന് മൊത്തത്തിൽ നോക്കി. പെണ്ണ് വിചാരിച്ചതിലും ഇതൊരു പ്രശ്നമാണെന്ന് അവർക്ക് മനസ്സിലായി. അതാണ് ആ നോട്ടത്തിന്റെ അർത്ഥം. ഞാൻ വന്നതുപോലെ തിരിച്ചു പോയിരിക്കും, പക്ഷേ ഇവിടെയുള്ളവർക്ക് അതുപോലെ ഉണ്ടായാൽ മതി. അതിന് നന്ദൊന്ന് ചിരിച്ചു. മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നെ രാവണിക്ക് നേരെ തിരിഞ്ഞു. നിങ്ങൾക്ക് 3 പേർക്കും എന്നെ ഒതുക്കാൻ കഴിയില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് പുതിയൊരു അവതാരത്തെ ഇറക്കിയത്. ആരിറക്കിയിട്ട് ഒരു കാര്യമില്ല. നന്ദി അത് തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ ഒരൊറ്റെണ്ണം നേരെ ചുവ നിൽക്കില്ല, നിർത്തിക്കില്ല ഞാൻ. നന്ദ രാവണിക്ക് നേരെ നിന്ന് പറയുമ്പോൾ എല്ലാവരും അവളെ തന്നെ നോക്കി. നന്ദ പിന്നൊന്നും പറയാനോ അവർക്ക് പറയാനുള്ളത് കേൾക്കാനോ നിൽക്കാതെ മുകളിലേക്ക് പോയി. ഞാൻ കരുതിയതിനേക്കാൾ ഒരുപടി മുന്നിലാണല്ലോ അമ്മ ആ പെണ്ണ്. അതൊക്കെ നമുക്ക് ഒതുക്കാം, നീ ഇത് കഴിക്ക്. സേതു സേതു, ബാക്കിയൊന്നും ആയില്ലേ ഇതുവരെ? രാവണ അടുക്കളയിലേക്ക് നോക്കി അലറിയതും സേതമ്മ 2 പ്ലേറ്റിൽ പലഹാരങ്ങൾ കൊണ്ടുവന്നിച്ചിട്ട് പോയി. മക്കൾ എന്ന് വരുമെന്ന് നീ പറഞ്ഞില്ലല്ലോ. അവർ നാളെ രാത്രി വരും. മഹിക്ക് പെട്ടെന്ന് എന്തോ ഒരു തിരക്ക്, അവൻ അത് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവളും അവന്റെ കൂടെയാണെന്ന് പറഞ്ഞു. മോളെ കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. അതെന്താ? അതങ്ങനെയാ, അവര് പറഞ്ഞുകൊണ്ടൊന്ന് ചിരിച്ചു. അവര് 3 പരസ്പരം നോക്കി. ഇത് രാധിക, രാവണിയുടെ ഒരേ ഒരു പുത്രി. ഭർത്താവ് തോമസ്. 2 മക്കൾ, മഹിൻ തോമസ്, അലീന തോമസ്. നന്ദ ഡോറിൽ തട്ടി കുറച്ച് കഴിഞ്ഞ് ഡോറ് തുറന്നു. മുന്നിലൊരു ഷോർട്സ് മാത്രം വിട്ട് നിൽക്കുന്നവനെ അവളൊന്ന് അടിപൊളി നോക്കി. ആകെ മൊത്തം വീർത്ത് കുടിച്ചാണ് അവൻ്റെ നിൽപ്പ്. നന്ദവനൊന്ന് അടിപൊളി നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി. താഴത്തെ വഴക്ക് കാരണം അവളുടെ മുഖം ഉരുട്ടി കയറ്റി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഇവിടെ പണി? എന്ത് പണി? ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കണം, അതിനെക്കുറിച്ച് കഷ്ടപ്പെട്ടതാ. അവൻ അതും പറഞ്ഞുകൊണ്ട് ടവൽ കൊണ്ടും മുഖക്കൊന്ന് തുടച്ചു. ശത്രുക്കളുടെ എണ്ണമൊക്കെ കൂടിക്കൂടി വരികയാണ്. ഇവരൊക്കെ കൂടി എന്നെ കൊല്ലുവെന്ന് എൻ്റെ പേടി. നന്ദു ബെഡിലിരുന്ന് കൊണ്ട് ദേഷ്യത്തിൽ പറയുമ്പോൾ അജി ടവൽ അവിടെ ഇട്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് മുന്നിൽ വന്നു നിന്നു. എന്തു പറ്റി? കുത്തി വീർപ്പിച്ച് അവളുടെ കവളിലൊന്ന് കുത്തിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അവൾ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. രാവണി മുത്തശ്ശിയുടെ മകള് വന്നിട്ടുണ്ട്. അജുവിൻ്റെ ഒരേ ഒരു അപ്പച്ചി. വന്ന ഉടനെ തന്നെ എന്നെ നെഞ്ചത്തോട്ടാ കയറിയത്. എന്നെ ഒതുക്കാൻ വിളിച്ചു വരുത്തിയതാണത്ര. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഞാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ കടന്നാൽ പിന്നെ ഞാൻ എല്ലാത്തിനെയും കൊന്ന് സ്വയം അങ്ങ് കുത്തി ചാവും. ഹേയ്, അങ്ങനെയൊന്നും ചെയ്യല്ലേ. കാര്യമായി അവൾ പറയുമ്പോൾ അവൻ്റെ ചിരിയോടെയുള്ള വാക്ക് കേട്ടതും അവളവനൊന്ന് തുറിച്ചു നോക്കി. നമുക്ക് എല്ലാത്തിനെയും ഒതുക്കാൻ കുറച്ച് സമയം എനിക്ക് വേണം. അത് കഴിഞ്ഞാൽ പിന്നെ ആരും എൻ്റെ പെണ്ണൊന്നും നോക്കി പേടിപ്പിക്കുക പോലും ചെയ്യില്ല. അതുപോലെ അജയ് അവൾക്ക് അടുത്തേക്ക് ഇരുന്നു കൊണ്ട് പറയുമ്പോൾ അവളൊന്നും മിണ്ടിയില്ല. ആ കൂടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ. മാറി നിൽക്ക്, ഞാൻ കുളിക്കട്ടെ. അവളെ ചേർത്ത് പിടിക്കാൻ വന്നവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. പെണ്ണ് കലിപ്പിലാണ്. അവളെ നോക്കിയൊരു ചിരിയോടെ അജയിരുന്നു. ഉച്ചത്തിൽ ഷെൽഫ് തുറന്ന് ധാവണി എടുക്കുന്നതും ഷെൽഫ് അടിച്ച തോളിൽ നിന്ന് സാരി അടിച്ച് നിലത്തേക്കിട്ട് ബാത്റൂമിൽ കയറി അവൾ വാതിലടച്ചു.